നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ അതിനിടയിൽ വലിയ രീതിയിൽ മതവിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്ന ചില ഗോദി മീഡിയകളുണ്ട്. തെറ്റിദ്ധാരണ പടർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത് ഈ രാജ്യം എങ്ങനെ അതിശക്തമായി പ്രതിരോധിക്കുന്നു അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കാനല്ല അവരുടെ താല്പര്യം. അവർ ഈ രാജ്യത്തിനകത്ത് ഭിന്നത ഉണ്ടാക്കുക. നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്ത് ഒരു രീതിയിലും സിവിൽ വാറോ ആഭ്യന്തര പ്രശ്നമോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക ഒട്ടും സംഭവ്യമല്ല. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉൾക്കരുത്ത്. ഒരു പൊതുശത്രുവായ പാകിസ്ഥാനെ ഇന്ത്യൻ ജനത ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ പാഴ്സി എന്നോ സിഖ് എന്നോ ഇല്ലാതെ ഒറ്റക്കെട്ടായി നമ്മൾ ഇന്ത്യക്കാർ, നമ്മൾ ഭാരതീയർ എന്ന് പറഞ്ഞ് നേരിടാൻ കഴിയും. അതിനിടയിലാണ് അർണബ് ഗോസ്വാമിമാരെ പോലുള്ള വർഗീയ ചിന്ത മാത്രം മനസ്സിൽ ഉള്ള ജാതിവെറിയുമായി ചാതുർവർണ്ണ്യത്തിൻ്റെ ദല്ലാളായി പ്രവർത്തിക്കുന്നവർ ഗോദി മീഡിയകൾ നടത്തിക്കൊണ്ട് അവർ ഇതിനിടയിൽ പുട്ടുകച്ചവടം എന്ന രീതിയിൽ അവരവരുടേതായ ചില പ്രൊപ്പഗാൻഡകൾ വിഷം തുപ്പുന്ന രീതിയിൽ റിലീസ് ചെയ്യുന്നത്. അവരുടെ ഏറ്റവും വലിയ ശ്രമം എന്നത് ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്ന് പാകിസ്ഥാൻ്റെ നരാധമ വേട്ടയ്ക്കെതിരെ തകർത്തെറിയുക, അവരുടെ എല്ലാ ഭീകര ക്യാമ്പുകളെയും തകർത്ത് ചുട്ടുകരിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നേറുമ്പോൾ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങനെ ഒറ്റക്കെട്ടാവുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ചില ഗോദി മീഡിയകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസ്വസ്ഥത പടർത്തുന്ന കാര്യമാണ്. കാരണം അവർ വിറ്റ് ജീവിക്കുന്നത് തന്നെ ഇങ്ങനെ ഈ രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് അവരുടെ ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടാൻ കഴിയൂ. അങ്ങനെയുള്ള നിരവധി ഗോദി മീഡിയകളെ കൃത്യമായി കയ്യോടെ കണ്ടുപിടിക്കാൻ ഇന്ത്യൻ ഇൻ്റലിജൻസ് സേനയ്ക്ക് കഴിയും. റോയും, അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും മറ്റുള്ള കേന്ദ്ര ഏജൻസികളും ഇതിനു വേണ്ടി കൃത്യമായി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ല എന്ന് കേന്ദ്ര സർക്കാരിന് നന്നായി അറിയാം. ആരാണോ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നത് അവന് വിലങ്ങ് വീണിരിക്കും, അവൻ രാജ്യദ്രോഹിയാവും. നമുക്കറിയാം, പത്രപ്രവർത്തകനായ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഇന്ത്യയിൽ പല രീതിയിലും സംഘപരിവാറിന് വേണ്ടി കുഴലൂതിയ മാത്യു സാമുവലിനെ കേന്ദ്രം കൃത്യമായി ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ വൈകാതെ ഇയാൾ അറസ്റ്റിലാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിൽ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏതാനും രാജ്യവിരുദ്ധരെ തിരിച്ചറിയുകയും അവരെ പൊതുമധ്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് പലരുടെയും കപട രാജ്യസ്നേഹം ഓരോന്നായി മറനീക്കി പുറത്തു വരികയാണ്. ഇന്ത്യ യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന സമീപനം വരുമ്പോഴും ആത്മധൈര്യം കൈവിടാതെ ഇന്ത്യക്ക് വേണമെങ്കിൽ വളരെ നിമിഷ നേരം കൊണ്ട് പാകിസ്ഥാനെ അടിച്ച് തകർത്ത് താഴെയിടാം. പക്ഷെ അതല്ല ഇവിടെ ചെയ്യുന്നത്. സാധാരണക്കാരായ സിവിലിയൻസിനെ, പാകിസ്ഥാനിലെ സിവിലിയൻസിനെ ഒന്നുപോലും തൊടാതെയാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്നത് മനസ്സിലാക്കുക. അത് കൃത്യമായും സോഫിയ ഖുറേഷി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഇത്തരത്തിൽ മതസ്പർദ്ധ നടത്തുന്ന മതവെറിയന്മാരെയാണ് ജയിലിലടക്കേണ്ടതും ചാപ്പ കുത്തേണ്ടതും രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കേണ്ടതും. അവർക്കാണ് യഥാർത്ഥത്തിൽ മതം പൊട്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന, അവരെ ചങ്ങലക്കിട്ടേ മതിയാവുകയുള്ളൂ. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഭരണഘടനയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഭാരതത്തിലെ എല്ലാ സിവിലിയൻസും ഒറ്റക്കെട്ടായി യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴാണ് ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന രീതിയിൽ ഗോസ്വാമിമാർ ഇറങ്ങി വർഗീയത പ്രചരിപ്പിച്ച് വീണ്ടും ചാനൽ റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്നത്.